സാറിന്റെ ലൈഫിൽ അല്ലെ സാറിന്റെ കരിയറിൽ സാറിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്താണ്? കോളേജിലുണ്ടായിട്ടുള്ള ഹൗസ് ഏജൻസി എന്ന് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോൾ അടുത്ത് കണ്ടല്ലോ പത്രത്തിൽ ഒരു കുട്ടി കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഒരാൾ കിടന്നുറങ്ങുന്നു, ഒരു പത്രത്തിൽ ഒരു ഫോട്ടോ വരുന്നു, ഡോക്ടർ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഒരു 5 വർഷം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഞാൻ പഠിച്ചത് 2009 ബാച്ചാ, 9 സ്റ്റാർട്ട് ചെയ്തു. ഹൗസ് ഏജൻസിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ കാണും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്കന്ന് ലേബർ റൂം പോസ്റ്റിംഗ്, ലേബർ റൂമിൽ നമ്മൾ ഡെലിവറി ഒക്കെ എടുക്കും. അങ്ങനെ അന്ന് നൈറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നത് ഓർത്തോ ഡ്യൂട്ടിക്കാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് കഴിഞ്ഞ് ഉറക്കമില്ലാതെ നേരെ ചെല്ലുമ്പോൾ ഇപ്പുറത്ത് വീണ്ടും നൈറ്റ്. ഇപ്പോൾ 2 ദിവസം 3 ദിവസം നമ്മൾ കണ്ടിന്യൂസ്ലി ഉറക്കമില്ലാതെ വർക്ക് ചെയ്തൊരു വട്ടായ ഒരു അവസ്ഥക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും കാഷ്വാലിറ്റിയിൽ നമുക്കൊരു 2 മിനിറ്റ് രാത്രി 3 മണിക്കോ 4 മണിക്കോ പേഷ്യൻസ് ഇല്ലാതിരിക്കുമ്പോൾ തല വെച്ച് നമ്മൾ ഉറങ്ങും. ആ ഉറക്കമാണ് നമ്മൾ പേപ്പറിൽ ന്യൂസ് കട്ടിങ് ആയിട്ട് ഡോക്ടർമാർ ഉറങ്ങി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അത് ഫോട്ടോ എടുത്ത ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് അറിയില്ല നമ്മളെ ലൈഫ് എങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജ് ഓടുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു സിസ്റ്റം വെച്ച് റെഫറലൊക്കെ കറക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ഈക്വലി ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റർ നഴ്സുമാർക്കൊക്കെ ഉള്ള പോലെ 8 hours ഷിഫ്റ്റ് ഒക്കെ ആക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് ഏജൻസി ആണെന്ന് ഞാൻ പറയുള്ളൂ.